നമസ്കാരം. എന്തിനും ഏതിനും ക്രെഡിറ്റ് മുഖ്യം. ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോ ഇല്ലയോ, ആര് ചെയ്താലും അതിൻ്റെ ക്രെഡിറ്റ് ഞങ്ങൾക്ക് തന്നെ കിട്ടിയിരിക്കണം. പറഞ്ഞു വരുന്നത് കേരളത്തിലെ അന്തംകമ്മികളെ പറ്റിയാണ്. കേന്ദ്ര സർക്കാർ ചെയ്യുന്ന പല പ്രവർത്തനങ്ങളെയും ഇത്തരത്തിൽ തങ്ങളുടേതാക്കി മാറ്റുന്ന ഈ കൂട്ടർ പലതവണ തങ്ങളുടെ കഴിവ് തെളിയിച്ചതാണ്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഇതിൽ ഡോക്ടറേറ്റും എടുത്തിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി പറയാൻ വന്ന കാര്യം, വയനാടുണ്ടായ ദുരന്തത്തിൽ കേരളം ഒന്നാകെ വിറങ്ങലിച്ചു നിൽക്കുകയാണ് എന്ന് തന്നെ പറയാം. ഉറ്റവരെയും ഉടയവരെയും തങ്ങൾ ഇതുവരെ സമ്പാദിച്ചതെല്ലാം നഷ്ടപ്പെട്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന നിരവധി പേരുണ്ട് നമ്മുടെ വയനാട്ടിൽ. എന്നാൽ ഇതിനിടയിലും എങ്ങനെ രാഷ്ട്രീയ ലാഭം കൊയ്യാമെന്ന് തലപുകയ്ക്കുകയാണ് നമ്മുടെ അന്തംകമ്മികൾ. ദേശാഭിമാനി പത്രത്തിലെ ഡേ വാർത്തയിലെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. സൈന്യം അടിച്ചപ്പോൾ യൂത്ത് ബ്രിഗേഡ് ഏറ്റെടുത്തു എന്നാണ് വാർത്തയ്ക്ക് നൽകിയിരിക്കുന്ന തലക്കെട്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, മരണസംഖ്യ ഓരോ ദിവസം കഴിയുമ്പോഴും കൂടി ഇങ്ങനെ വരികയാണ്. ഇനിയും നിരവധി പേരെയാണ് കണ്ടെത്താനുള്ളതെന്ന് റിപ്പോർട്ടുകളും പറയുന്നു. രക്ഷാപ്രവർത്തനത്തിനായി തുടക്കം മുതൽ രാപകലില്ലാതെ സൈന്യം വയനാട്ടിലെ ദുരന്ത മേഖലയിൽ കിടന്ന് പ്രവർത്തിക്കുന്നതും നമ്മൾ എല്ലാവരും കണ്ടതാണ്. അപ്പോഴാണ് സഹാക്കന്മാരുടെ ഒരു തള്ള്, സൈന്യം അടിച്ചപ്പോൾ യൂത്ത് ബ്രിഗേഡ് ഏറ്റെടുത്തുവെന്ന്. ചിരിപ്പിക്കലേ പൊന്നെ എന്നേ ഇതിനെന്തായാലും പറയാനുള്ളൂ. മുണ്ടക്കൈയിലാണ് സേവന സന്നിധതയുടെ പുതുചരിത്രം ഡിവൈഎഫ്ഐ കുറിച്ചിരിക്കുന്നതത്രേ. യുവതയുടെ ആത്മാർത്ഥതയ്ക്കൊടുവിൽ സൈന്യത്തിന്റെ സല്യൂട്ട് എന്നൊക്കെയാണ് ദേശാഭിമാനിയിൽ എഴുതി തള്ളിയിരിക്കുന്നത്. വെള്ളിയാഴ്ച തിരച്ചിൽ നിർത്തി സൈനികർ മടങ്ങാനൊരുങ്ങിയ സമയത്തായിരുന്നത്രേ ചെളി മൂടിക്കിടക്കുന്ന റഡാറിന് മുകളിൽ ഒരു സിഗ്നൽ ലഭിച്ചത്. എന്നാൽ സൈന്യം അവിടെ പരിശോധിക്കാൻ മടിച്ചെന്നും സൈന്യം മടിച്ചെടുത്ത് നമ്മുടെ 6 ഡിവൈഎഫ്ഐ പ്രവർത്തകരടങ്ങിയ ഒരു സംഘം ഇറങ്ങി സിഗ്നൽ ലഭിച്ചയിടത്ത് മനുഷ്യ സാന്നിധ്യമില്ലെന്ന് ഉറപ്പുവരുത്തി എന്ന് പോകുന്നു വാർത്തയിലെ വിശേഷങ്ങൾ. എന്നാൽ ഇതിനേക്കാൾ രസം ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളാണ് കേട്ടോ. കലിംഗ പരിശോധിക്കാൻ നമ്മുടെ സൈന്യത്തിനില്ലേ, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ടല്ലോ, അദ്ദേഹത്തിന് നിർദ്ദേശം നൽകിയെന്നും സൈന്യം ഡിവൈഎഫ്ഐയെ അഭിനന്ദിച്ചുവെന്നും ഇനി പരിശോധിക്കാൻ ഞങ്ങൾക്ക് ആരുടെ സഹായം വേണ്ട, സഹാക്കൾ കൂടെ മതിയെന്ന് സൈന്യം പറഞ്ഞതായാണ് നമ്മുടെ ദേശാഭിമാനിയുടെ തള്ള്. എന്തായാലും ദേശാഭിമാനി പത്രം വായിക്കുന്ന ഈ കമ്മികളൊക്കെ അന്തംകമ്മികളാകുന്നത് വെറുതെയല്ല. ആയില്ലെങ്കിലേ ഇനി അത്ഭുതമുള്ളൂ എന്ന് തന്നെ പറയണം. സൈന്യം പഠിച്ചു, കമ്മികളെ ഏറ്റെടുത്തു എന്നാണല്ലോ ഇപ്പോഴവർ പറയുന്നത്. ഇനി അടുത്തത് ബെയിലി പാലം പണിതത് ഡിവൈഎഫ്ഐ എന്നായിരിക്കും. കഷ്ടം തന്നെ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.